ഒരുപാട് ഫ്രണ്ട്സ് സർക്കിളിലുള്ള ഒരാളല്ലേ? ഉണ്ട്, പക്ഷെ ആരെയും ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരോട് ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് മേഖലയിൽ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല. എന്റെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ആരെ ശല്യപ്പെടുത്തുവോ ബുദ്ധിമുട്ടിക്കോ ഒന്നും ചെയ്യത്തില്ല. അങ്ങോട്ട് വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കോ ഒന്നുമില്ല. എനിക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യത്തില്ല ആരെയും. ഇപ്പൊ അവര് നമ്മളെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയില്ല, അങ്ങനെ തോന്നിട്ടില്ല. എല്ലാവരുമായിട്ട് ജസ്റ്റ് ഹായ് ബൈ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്നാൽ വിളിച്ചാൽ ആർക്കും ഫോൺ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് യൂസ് ചെയ്യിക്കാന്ന് തോന്നിയിട്ടൊക്കെ ഉണ്ട്. അതങ്ങനെ അവരോട് അങ്ങനെ പറയത്തൊന്നുമില്ല, ഞാൻ ഒഴിവാകുള്ളൂ. ഇപ്പൊ വീഡിയോസിലൊക്കെ കാണുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അത് തന്നെയാണോ യഥാർത്ഥ ജീവിതത്തിൽ? ഒരിക്കലും അല്ല, ഒരിക്കലും അതെന്റെ ജീവിതമാർഗം. അതൊരു ജീവിതമാർഗം. ശരിക്കുള്ള നിമിഷം എന്താ? ശരിക്കുള്ള നിമിഷം ഞാൻ സാധാരണ ഒരു ഫാമിലി, ഒരു കുടുംബിനി ആയിരുന്നു ആദ്യം. റബ്ബർ വെട്ടാൻ പോകലും റബ്ബറിന്റെ പാലെടുക്കാൻ പോകലും അതിൻ്റെ ഇടയിൽ കൊച്ചുങ്ങളെ സ്കൂളിൽ 2 വർഷം ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യലും ഒക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ അതിന് ശേഷം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നു, പിന്നെ ഹസ്ബൻഡിന് വയ്യാഴിക വന്നു. അപ്പൊ നമുക്ക് മാറേണ്ടി വന്നതാണ്, അല്ലാതെ നമ്മൾ മനഃപൂർവ്വം മാറിയതല്ല. ഞാൻ ഒരു നാട്ടുപുറത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലെ ഈ ചാലക്കുടിയിൽ വന്ന് സെറ്റിലാവും, അവിടെ വന്നിട്ട് നല്ല കണക്ഷൻസ് കിട്ടും, അവിടെ വന്നിട്ട് ഇങ്ങനെ സിനിമ പോലെ ഒരു ഷൂട്ടിംഗ് പോലും കാണാത്തൊരു വ്യക്തിയാണ് ഞാൻ.